തന്വൻസേതും പ്ലവങ്കാഹൃതധരണിധരേർ വിശ്വകർമാത്മജാദ്യേർ ലങ്കാം സംപ്രാപ്യ ദംഷ്ട്രാചലന ഖരശിലാദ്യായുധേർവാനരേന്ദ്രേ മോഘേ താരേയ ദൗത്യേ ത്രിപുരഹരസമ സോദരേണാതിവീര്യ ക്രോധാൽ ദുർവാരരക്ഷോബലമതിവിപുലം പാടയാമാസി സത്വം. വാനരന്മാർ കൊണ്ടുവന്ന പർവ്വതങ്ങൾ ഉപയോഗിച്ച് വിശ്വകർമാവിൻ്റെ പുത്രനായ നളൻ മുതലായവരാൽ ചിറകെട്ടി ലങ്കയിൽ എത്തിയിട്ട് അംഗദന്റെ ദൗത്യവും വിഫലമായപ്പോൾ അതിവീര്യത്തോടുകൂടിയവനും ത്രിപുരഹരനായ ശിവന് തുല്യനുമായ അങ്ങ് സഹോദരനോടൊപ്പം കല്ല്, പർവ്വതം, നഖം, ശിലക മുതലായ ആയുധങ്ങളോടുകൂടിയ വാനര ശ്രേഷ്ഠന്മാരോടുകൂടി ക്രോധത്തോടെ തടുക്കാൻ കഴിയാത്തതും അതിവിപുലവുമായ രാക്ഷസ പടയെ നിഗ്രഹിച്ചു. വിശ്വകർമാവിൻ്റെ പുത്രനായ നളനാണ് സേതുബന്ധനത്തിന് മേൽനോട്ടം വഹിച്ചത്. അംഗദ ദൗത്യം വിഫലമായ ശേഷമാണ് യുദ്ധം ആരംഭിച്ചത്. ലക്ഷ്മണനോടും വാനരപ്പടയോടും ഒത്ത് ഭഗവാൻ അനേകം രാക്ഷസന്മാരെ നിഹനിച്ചു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.